കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴയ്ക്ക് പിന്നിൽ മുൻ SFI-കാരനെന്ന് SFI കേന്ദ്ര കമ്മിറ്റി അംഗം പറയുന്നു. തെളിവുകൾ സഹിതം CPM നേതൃത്വത്തിന് പരാതി കൊടുത്തു. വിധികർത്താക്കളെ സ്വാധീനിക്കാൻ കൂട്ടുനിന്നാൽ 5 ലക്ഷം രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത്. വിഷയത്തിൽ വിശദമായ പരിശോധന നടത്താനാണ് SFIയുടെ നീക്കം. വിശദാംശങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, വലിയൊരു വെളിപ്പെടുത്തലാണല്ലോ ഇത്. ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഈ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒന്നാണ് ഈ സർവകലാശാല യുവജനോത്സവത്തിലെ ഈ കോഴ ആരോപണം. ഈ കോഴ ആരോപണത്തിന് പിന്നിൽ അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ SFIയുടെ ജില്ലാ നേതൃത്വത്തിലുള്ള വാക്പോര് അല്ലെങ്കിൽ ചേരി തിരിഞ്ഞുള്ള ആക്രമണമാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ അന്ന് തന്നെ ഉയർന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. അതായത് സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് ഈ SFIയുടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയ ഒരു മുൻ ജില്ലാ കമ്മിറ്റി അംഗം ഈ തരത്തിൽ ജഡ്ജസിനെ, ഈ വിധികർത്താക്കളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ഈ സ്വാധീനത്തിന് കൂട്ടുനിൽക്കാൻ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിനോട് സഹായം അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെ തനിക്ക് താല്പര്യമുള്ള ഒരു ജഡ്ജിംഗ് പാനൽ വേണമെന്നായിരുന്നു ഇയാളുടെ ആവശ്യം. അത് ഈ കേന്ദ്ര കമ്മിറ്റി അംഗം നിരസിക്കുകയും ചെയ്തു. തനിക്ക് കൂട്ടുനിന്നാൽ ഒരു 5 ലക്ഷം രൂപ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകാമെന്ന് ഇയാൾക്ക് വാഗ്ദാനം നൽകുകയും ചെയ്യുന്നു. ഇത് നിരസിച്ച ഈ കേന്ദ്ര കമ്മിറ്റി അംഗം ഈ സ്വാധീനിക്കാൻ ശ്രമിച്ച തെളിവുകൾ ഉൾപ്പെടെ, അതായത് ഈ സ്ക്രീൻഷോട്ടുകൾ, ഫോണിൻ്റെ ഈ വാട്സപ്പ് സ്ക്രീൻഷോട്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് CPM സംസ്ഥാന നേതൃത്വത്തിന്, പാർട്ടി നേതൃത്വത്തിന് ഇത്തരത്തിൽ ഒരു പരാതി നൽകുകയും ചെയ്തു. അതായത് ഈ കോഴയാരോപണമാണ് ഈ കലോത്സവത്തിലെ അലങ്കോലപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നമുക്കറിയാം, ഈ കോഴയാരോപണം വന്നതിന് പിന്നാലെയാണ് ഈ വിധികർത്താക്കളെ ഈ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെയും ഈ കലോത്സവ വേദിയിലേക്ക് സംഘർഷങ്ങൾ ഉണ്ടാകുകയും പിന്നീട് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉണ്ടാകുകയും അത് പിന്നീട് ഒരു വിധികർത്താവിൻ്റെ മരണത്തിലേക്ക് വരെ എത്തിയതും. ഇതിന് പിന്നിൽ ഒരു മുൻ SFI-കാരനാണ്, ഒരു മുൻ SFI ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ ഒരു പരാതിയുടെ രൂപത്തിൽ വന്നിരിക്കുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വിജിലൻസ് ഡയറക്ടർക്കും ഈ ജില്ലാ കമ്മിറ്റി പരാതി നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഏതായാലും സംസ്ഥാന നേതൃത്വത്തിന്, അതായത് SFIയുടെ സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. ഈ പരാതിയെപ്പറ്റി നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ ഈ പരാതിയെപ്പറ്റി അറിയില്ല എന്ന തരത്തിലാണ് അവർ നമുക്ക് മറുപടി നൽകിയത്. ഏതായാലും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകാനുണ്ടെന്ന് തന്നെയാണ് പറയാനുള്ളത്. SK. ഓക്കെ, താങ്ക് യു ഹരികൃഷ്ണൻ.